അശോകാസ് വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പാഴാക്കി കളയുന്ന കവറുകൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നതാണ്. നല്ല കട്ടി കൂടിയ നമ്മൾ ഓരോ ഗോതമ്പ് പൊടി അതുപോലെയുള്ള ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്ന നല്ല കട്ടിയുള്ള കവറുകളാണ് ഇതിനാവശ്യം. ഈ കട്ടിയുള്ള കവറുകൾ ശേഖരിച്ച് വെച്ച് നമുക്ക് ഒന്നുകിൽ കമ്പിയോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഈ കവറിനെ നൂത്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മടക്കി ആ വശം ഉരുക്കി ചേർക്കുക. മെഴുകുതിരിയോ ലൈറ്ററോ അല്ല എന്തെങ്കിലും ഉപയോഗിച്ച് ഉരുക്കി ചേർക്കുക. അങ്ങനെ രണ്ട് വശം അത് നല്ല രീതിയിൽ ഒട്ടുന്നത് വരെ, നല്ല രീതിയിൽ സ്റ്റിക്കാകുന്നത് വരെ ഉരുക്കി ചേർക്കുക. രണ്ട് വശവും നല്ലതുപോലെ ഉരുക്കി പിടിപ്പിച്ചതിന് ശേഷം അധികമായി നിൽക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ വിസ്താരത്തിൽ ഒരു നല്ലപോലെ മണ്ണിൽ ഉറച്ചിരിക്കുന്ന ടൈപ്പിലായിട്ട് വരും ഈ കവർ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കവറിന് വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ മോൾ ഭാഗം കുറച്ച് ചുരുട്ടി വെച്ചിട്ട് ഉപയോഗിക്കാം. പിന്നീട് ഇതിൻ്റെ നമ്മുടെ മണ്ണും വെള്ളവും ഒക്കെ നിറച്ച് കഴിയുമ്പോൾ അത് ചെടി അതിനകത്ത് നിന്ന് അളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിവശത്ത് ഈ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് കമ്പിയോ അല്ലെങ്കിൽ ലൈറ്ററോ എന്തെങ്കിലും ഉപയോഗിച്ച്, കമ്പി ചൂടാക്കിയാൽ മതി, നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. കമ്പി എന്തെങ്കിലും ചൂടാക്കിയിട്ട് അത് വെച്ച് കുറച്ച് ഹോൾസ് ഇതിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മോൾ വശം കുറച്ച് മടക്കി വെച്ചിട്ട് നമുക്കിത് ഈ ഓരോ ചെടിയാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് ഇത് നൂത്ത് വെച്ച് കൊടുത്ത് കൂടുതൽ പോട്ടിംഗ് മിശ്രിതങ്ങളോ അല്ലെങ്കിൽ വളങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മടക്കി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളെ പോട്ടിംഗ് മിശ്രിതം, ചാണകപ്പൊടി, മണലും മണ്ണും എല്ലാം കൂടെ ചേർന്നുള്ള മിശ്രിതമാണ്, അത് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെടികളോ അല്ലെങ്കിൽ ഈ പച്ചക്കറി തൈകളോ എന്ത് വേണമെങ്കിലും നടാം. ഞാനിപ്പോൾ ഒരു ചെടിയാണ് നടുന്നത്, ഒരു ജമന്തിയുടെ തൈയാണ് നടുന്നത്. നട്ട് വെച്ചതിന് ശേഷം അതിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനെ വളർത്തിയെടുക്കാം. കുറച്ച് ദിവസങ്ങൾ നമ്മളതിന് വെള്ളം തളിച്ചു കൊടുക്കണം. അത് വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു 1-2 ദിവസം നമ്മൾ നനച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഒഴിക്കുമ്പോൾ ഇച്ചിരി നല്ലപോലെ വെള്ളം ഒഴിച്ച് നനച്ച് വെക്കുക. ഈ രീതിയിൽ ഞങ്ങൾ നട്ട് വളർത്തിയിരിക്കുന്ന ചെടികളും പച്ചക്കറികളും, ഇഞ്ചി മുതലായവയൊക്കെ നട്ടിട്ടുണ്ട്. നട്ടിട്ടുള്ളതാണ്.